നിന്നിലേക്ക്. രചന മിഴിമോഹന. അവതരണം മിത്രവിന്ദ. വേറെ എങ്ങും കേട്ടിട്ടില്ലാത്ത പുതുക്കാണല്ലോ മേലേപ്പാട്ട് നടക്കുന്നത്. ദേവി, നിന്റെ ആങ്ങളെ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊക്കെ നടക്കുമായിരുന്നോ? സരോജമ്മ താടിക്ക് കൈകൊടുത്ത് ലച്ചുവിനെ ദേവമ്മയും മാറി മാറി നോക്കി. സരോജെ, അവൻ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളായിട്ട് എന്തിനാ തടസ്സം നിൽക്കുന്നേ? ദേവമ്മ ഒരു കപ്പിലെ ചായ സരോജമ്മയ്ക്ക് നേരെ നീട്ടി. എന്തിഷ്ടം? ഇന്നലെ വരെ ഇവളെ കെട്ടാൻ നടന്ന ചെറുക്കനാണവൻ. ആ കല്യാണം മുടങ്ങിപ്പോയപ്പോൾ ആ വാശിക്കങ്ങനെ പലതും കാണിക്കും, പറയും. എന്ന് കരുതി അതിനൊക്കെ കുട പിടിച്ച് കൂടെ ചാടണോ ഈ തലമൂത്തോര്? ചെറുക്കനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലാതെ ഇതൊരുമാതിരി. സരോജമ്മ ചായ ഗ്ലാസ്സിൽ ദേഷ്യത്തോടെ പിടിമുറുക്കുമ്പോൾ ലച്ചുവും സൈനബയും തല കുനിച്ചു നിന്നു. വലിയ വീട്ടിലെ ആമ്പിള്ളേരാകുമ്പോൾ കയ്യും കാലും കാണിച്ചെന്നൊക്കെ വരും. ചിലപ്പോൾ അവിടെ ഇവിടെയും ഞെക്കിയെന്നും പിടിച്ചെന്നും ഒക്കെ വരും. കല്യാണം കഴിക്കാമെന്നൊക്കെ വാക്കും പറയും. എന്ന് കരുതി സ്വന്തം നില നോക്കാതെ ഇതുപോലെ ഒരുമ്പെട്ടിറങ്ങിയതിനെയൊക്കെ കെട്ടിപ്പൊറുപ്പിക്കണമെന്നാണോ അർത്ഥം? അല്ല പിന്നെ. കയ്യിലിരുന്ന ചായ ഗ്ലാസ് ആയത്തിൽ ടേബിളിൽ വെച്ച് സരോജമ്മ. അമ്മ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? കിച്ചേട്ടനെങ്ങാനും കേട്ടോണ്ട് വന്നാൽ അതും മതി. ലച്ചു മുൻപോട്ട് ആഞ്ഞതും സൈനബ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. ഒന്നും മിണ്ടണ്ട എന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. സരോജെ, സുധിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? ദേവമ്മ അവർക്കടുത്തേക്കിരുന്നു. എന്തവസ്ഥ? ഒരു ചെറിയ അപകടം, കാലിലൊരു പൊട്ടലുണ്ട്, അതിൻ്റെ ഓപ്പറേഷനും കഴിഞ്ഞു. അല്ലേ സൈനബേ? അവർ സൈനബയെ നോക്കിയതും ഒരു ഞെട്ടലോടെ അവർ ചുറ്റും നോക്കി. ആ, അതെ അതെ. സൈനബ വാക്കുകൾക്കായി പരതുമ്പോൾ ലച്ചു കണ്ണുകൾ ഇറുക്കിയടച്ചു. ചെറുക്കൻ ആ കാലുകുത്തി നടന്നു കഴിയുമ്പോൾ നാട്ടുകാർ അതും ഇതും പറഞ്ഞു തുടങ്ങും. അതുമാത്രമാണോ? കുറച്ച് കഴിയുമ്പോൾ അവന് തന്നെ തോന്നില്ലേ എടുത്ത തീരുമാനം തെറ്റായിപ്പോയിന്ന്? അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ആ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സരോജമ്മ ടേബിളിലിരുന്ന ഉപ്പേരിപ്പാട്ടയിൽ നിന്നും ഒരു പിടി കയ്യിലേക്കെടുത്തുകൊണ്ട് ദേവമ്മയെ നോക്കി. ദേവി, നീ അറിഞ്ഞോ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ആരാണ്ടോ കൊക്കൈ വീണെന്ന്? ഉപ്പേരി ചവയ്ക്കുന്ന ഉപ്പും അവരുടെ ശബ്ദവും പുറത്തേക്ക് വന്നപ്പോൾ സൈനബയും ലച്ചുവും ഞെട്ടിലോടെ പരസ്പരം നോക്കി. ഒരാൾ ചത്തെന്നാ കേട്ടെ, അല്ലേ സൈനു? ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആലയിലേക്ക് പോകുന്ന വഴി ആ കൊല്ലപ്പെണ്ണിനെ കണ്ടു. അവൾ പറഞ്ഞതാ. ഒരെണ്ണത്തെ ചത്ത് ജീവിച്ച പോലെ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു. ആരാണെന്ന് നമുക്കും അറിയില്ല. തേനെടുക്കാൻ പോയ പിള്ളേരാരേലും ആടും. നീ വല്ലതും അറിഞ്ഞായിരുന്നോ ലച്ചു? അവരുടെ നോട്ടം ലച്ചുവിലേക്ക് നീണ്ടു. ആ, അറിഞ്ഞു. കിച്ചേട്ടൻ പറഞ്ഞായിരുന്നു. വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് ലച്ചു സൈനത്തെ കൂട്ടി അകത്തേക്ക് പോകുമ്പോൾ സരോജമ്മ ദേവമ്മയുടെ കാര്യങ്ങൾ അറിയാതെ തന്നെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. സൈനത്ത എന്തു പറഞ്ഞ് അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? മുറിയിലേക്ക് കയറുമ്പോൾ ലച്ചു ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഒന്നും പറയണ്ട ലച്ചു. സുധിക്കുഞ്ഞിന് അപകടമെന്ന് പറഞ്ഞപ്പോഴേ അവിടെ ചങ്കിടിച്ച് കലക്കി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതുകൂടി പറഞ്ഞാൽ അടുത്ത ടാക്സിയിൽ എൻ്റെ അമ്മയെ കൊണ്ടുപോകേണ്ടി വരും. വഴി വെച്ച് നമ്മളൊന്നും പേടിച്ചു. സുധിക്കുഞ്ഞാണതെന്ന് ആ പെണ്ണെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ. എന്തായാലും നേരം പുലർന്നു വന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആരും അധികം അറിഞ്ഞു തുടങ്ങിയിട്ടില്ലായിരുന്നു. അതൊരു ഭാഗ്യമായേ. കിച്ചൻ വിളിച്ചോ ലച്ചു? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? സൈനത്ത് ആകാംക്ഷയോടെ നോക്കുമ്പോൾ കട്ടിലിൽ കിടന്ന തുണി അലമാരയിൽ വെച്ചവൾ തിരിഞ്ഞു. ഒന്നും പറഞ്ഞിട്ടില്ല സൈനത്ത. വീട്ടിൽ വന്നിട്ട് വിശദമായി പറയാമെന്നാണ് പറഞ്ഞത്. സരേച്ചി അവിടെ നിർത്തുവാന്നാ പറഞ്ഞേ. അത് കേട്ടപ്പോൾ തൊട്ട് അമ്മ കിള്ളിക്കിള്ളി ചോദിക്കാൻ തുടങ്ങി. എന്തിനാ സരേച്ചി അവിടെ നിർത്തുന്നേ? അവൾ അതിനാരാ? എന്തൊക്കെയാണെന്നോ ചോദ്യം വന്നത്. പിന്നെ ദേവമ്മ ഉള്ള കാര്യം പറഞ്ഞതിൻ്റെയാ ഇപ്പോൾ കേട്ടത്. അയിനെ അതിൻ്റെ വഴിക്ക് വിടില്ലേച്ചു. ഈ ഒച്ചപ്പാടും ബഹളവും ഉണ്ടെന്നേ ഉള്ളൂ. തണുത്ത് കഴിയുമ്പോൾ നിന്നേക്കാ പൊന്നു പോലെ നോക്കും ആ കൊച്ചിനെ. ഇവിടെ അതല്ലല്ലോ പ്രശ്നം. സുധിക്കുഞ്ഞിൻ്റെ കാര്യം അറിയാത്ത വേവലല്ലേ. ദേവി ചേച്ചിക്ക് അത് തന്നെയാ. സൈനത്ത പറഞ്ഞു തീരുമ്പോൾ കിച്ചൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടു. കിച്ചേട്ടൻ വന്നെന്ന് തോന്നുന്നു സൈനത്ത. ലച്ചു ഓടുമ്പോൾ പിന്നാലെ ഓടി സൈനത്തെയും. ഫാനുമ്മയും താങ്ങി പിടിച്ചവൻ മുൻപോട്ട് വരുമ്പോൾ അമ്പാടി കുഞ്ഞിനെയും കൊണ്ട് പുറകെ വന്നു. മോനെ, സുധിക്ക് എങ്ങനെയുണ്ട്? അമ്പാടിയിൽ നിന്നും കുഞ്ഞിനെ മേടിച്ചുകൊണ്ട്
ദേവമ്മ ചോദിക്കുമ്പോൾ കിച്ചൻ ഭാനുവമ്മയെ കസേരയിലേക്ക് ഇരുത്തി. വെള്ളം. കൈ എടുത്തവർ കാണിക്കുമ്പോൾ ലച്ചു ഒരു ഗ്ലാസ്സിൽ വെള്ളം അവർക്ക് നേരെ നീട്ടി. ആർത്തിയോടെ അവരത് കുടിക്കുമ്പോൾ സരോജമ്മ ഒന്നും മനസ്സിലാകാതെ നോക്കി. കിച്ച, സുധിക്ക് വേറെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവളുടെ നെഞ്ചു പിടയ്ക്കുന്ന ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ പാകത്തിനാകുന്നത് ലച്ചു തിരിച്ചറിഞ്ഞു. സൈനുത്ത, വല്യമ്മ മുറി കൊണ്ട് കിടത്തോ? രാത്രി തൊട്ട് ഉറങ്ങാതിരിക്കുന്നതല്ലേ, ഒന്ന് ഉറങ്ങട്ടെ. കിച്ചൻ നിർദ്ദേശം കൊടുക്കുന്നതനുസരിച്ച് ഭാനുവമ്മയെ അകത്തേക്ക് കൊണ്ടുപോയി സൈനുത്ത. സുധി പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് നാളുകൾ കൂടി എടുക്കും. കിച്ചൻ നടന്നതൊക്കെ വിശദീകരിക്കുമ്പോൾ നെഞ്ചിൽ കൈവച്ച് താഴേക്കിരുന്നു സരോജമ്മ. എന്നോട് കള്ളം പറയുമായിരുന്നു എല്ലാവരോടി. അവരുടെ കണ്ണുകൾ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന സൈനബയിൽ ഉടക്കി നിന്നു. വരുന്ന വഴി നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ സൈനു, കൊക്കെ പോയത് എൻ്റെ കുഞ്ഞാണോന്ന്? പക്ഷേ നിന്നെ എനിക്ക് വിശ്വാസമായതുകൊണ്ട് നീ പറഞ്ഞ കള്ളം മുഴുവനും ഞാൻ വിശ്വസിച്ചു. ആ അമ്മയുടെ തേങ്ങൽ ഉയരുമ്പോൾ അവരെ അടക്കം പിടിച്ചു സൈനബ. കിച്ച, ഞങ്ങൾക്കൊന്ന് കാണണോടാ അവനെ. ഞങ്ങൾ വളർത്തിയ കുഞ്ഞല്ലേടാ അവൻ. ദേവമ്മ അല്പം മുൻപോട്ട് വന്നു. ആരെയും അകത്തേക്ക് വിടില്ലമ്മേ, ഇൻഫെക്ഷൻ ആവാതെ സൂക്ഷിക്കണം. ഞാൻ കള്ളമല്ല പറയുന്നത്, ഇവനോട് ചോദിച്ചു നോക്ക്. എന്നെയും വല്യമ്മയും പോലും ഒരു തവണയെ കാണിച്ചുള്ളൂ. പിന്നെ ഡോക്ടർ പറഞ്ഞത് അവൻ 2 ആഴ്ച കൊണ്ട് ബെറ്റർ ആകുവാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ, അപ്പോൾ കാണാമല്ലോ എന്ന്. സുധിയെ ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത്? കിച്ചൻ പറഞ്ഞു തീർന്നതും സൈനുത്ത ആകാംക്ഷയോടെ അവനെ നോക്കി. അതെ സൈനുത്ത, താഴത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിനുള്ള മുറി ഒന്ന് വൃത്തിയാക്കി ഇടണം. ഇപ്പോഴേ തുടങ്ങിക്കൂ. ഒരു ശകലം പൊടി പോലും കാണാൻ പാടില്ല. പിന്നെ സൈനത്തെയും കുറച്ചുനാൾ ഇവിടെ വേണം. ശമ്പളം എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. കിച്ചൻ ആകാംക്ഷയോടെ അവരെ നോക്കി. ശമ്പളമൊന്നും വേണ്ട കുഞ്ഞേ. എൻ്റെ അനിയനെ നോക്കാൻ എനിക്ക് ശമ്പളമോ? പറഞ്ഞില്ലെങ്കിലും ഞാൻ വരും. മോൻ ബേജാറാവേണ്ട. നമ്മൾ 3 പെണ്ണുങ്ങൾ കൂടി സുധിക്കുഞ്ഞിനെ ചുള്ളനാക്കി കയ്യിൽ തരും, അല്ലേ ലച്ചു? സൈനുത്ത ആവേശത്തോടെ പറയുമ്പോൾ അമ്പാടി അവരെ അടിമുടി നോക്കിക്കൊണ്ട് കിച്ചൻ്റെ ചെവിക്കടുത്തേക്ക് നീങ്ങി. ഇവർക്ക് ഭ്രാന്തായോ? സുധിയേട്ടൻ ഗൾഫിൽ നിന്ന് വരുമല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയല്ലേ കിച്ചേട്ടാ? പാവമാണടാ. അതിന് സുധിയോടുള്ള സ്നേഹവും കടപ്പാടും അതെനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല. കിച്ചൻ പതിയെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്പാടിയും അവൻ്റെ പിന്നാലെ പോയി. സേതുമാധവൻ്റെ ക്രൂരതയ്ക്ക് ഈ നാട്ടിൽ ഇരയായ സ്ത്രീയാണ് സൈനുത്ത. കിച്ചേട്ടാ, കിച്ചൻ പറഞ്ഞതും അവൻ്റെ തോളിൽ പിടിച്ച അമ്പാടി. സത്യം, സേതുമാധവൻ ഒരു പെണ്ണിനെ നോട്ടവിട്ടാൽ അവളെയും കൊണ്ടേ പോകൂ എന്ന് നീ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം? അത്തരത്തിൽ ഇരയാക്കപ്പെട്ടവളാണ് സൈനുത്ത. അന്ന് സുധിയാണ് അവരെ രക്ഷിച്ചത്. നിനക്കറിയോ, സൈന്യത്തെ കടഞ്ഞു പിടിച്ചവനെ കൂപ്പിലെ പിള്ളേരെ അടിച്ചോടിച്ചുവെന്നാണ് ഈ നാട്ടുകാർ പോലും വിശ്വസിച്ചിരിക്കുന്നത്. ഞാൻ പോലും അങ്ങനെയാണ് വിശ്വസിച്ചത്. സൈനുത്ത ലച്ചുവിനോടും സരയുവിനോടും സത്യം തുറന്നു പറയും വരെ. അപ്പോൾ അയാൾക്ക് നേരത്തെ സുധിയേട്ടനോട് വൈരാഗ്യം ഉണ്ടായിരുന്നിരിക്കണം, അല്ലേ കിച്ചേട്ടാ? ദുഷ്ടൻ ചത്തത് നന്നായി. പക്ഷേ സുധിയേട്ടനെ കൂടി. അമ്പാടി മുഖം ചുളുക്കുമ്പോൾ കിച്ചൻ അവൻ്റെ തോളി പിടിച്ചു. എടാ, സേതുമാധവനെ കൊന്നത് വേറെ ഒരാളാ. അയാളാണ് സുധിയുടെ ഈ അവസ്ഥയ്ക്കും കാരണം. കിച്ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അമ്പാടി കേട്ടത് വിശ്വസിക്കാനാവാതെ നോക്കുമ്പോൾ കിച്ചൻ ജോർജ് കോശി പറഞ്ഞത് മുഴുവൻ അവനോട് പറഞ്ഞു. അമ്പാടി കല്യാണത്തിൻ്റെ അന്ന് പുറത്തുനിന്നും സേതുമാധവൻ്റെ ഒരു ശത്രു ഈ നാട്ടിൽ കാലുകുത്തിയിട്ടുണ്ട്. അയാളാണ് ഇതിന് പിന്നിൽ. അയ്യോ, അന്ന് ഒരാളല്ല ഈ നാട്ടിൽ കാലുകുത്തിയത്. 3 ജീപ്പ് നിറയെ ആളുകളുണ്ടായിരുന്നു അടിവാരത്തുനിന്ന് ഇങ്ങോട്ട് കയറാൻ, അതും നിങ്ങളുടെ കല്യാണം കൂടാൻ. പിന്നെ സുധിയേട്ടന്മാർ കിച്ചേട്ടനായപ്പോൾ ആ കള്ളക്കിളവൻ ഉള്ളതിനെല്ലാം പെറുക്കി കെട്ടി അതേ സ്പീഡിൽ ഇറങ്ങിപ്പോയി. പിന്നെ ആര് വരാനാ? പറഞ്ഞു തീർന്നതും എന്തോ ആലോചിച്ചതുപോലെ ഞെട്ടി അവൻ കിച്ചനെ ഒന്ന് നോക്കി. കിച്ചേട്ടാ എന്നുള്ള വിളിയിൽ അവൻ്റെ പുരികം ഉയർന്നു വന്നു. അതെ കിച്ചേട്ടാ, അന്ന് രാവിലെ ഞങ്ങൾ ജീപ്പിൽ വരുമ്പോൾ ഒരുത്തൻ ഒരു ബുള്ളറ്റ് കൊണ്ടുവന്ന് ജീപ്പിന് മുന്നിൽ വട്ടം വെച്ചു. മദ്യപിച്ചിട്ടുണ്ടെന്ന് അവനെ കണ്ടാൽ തന്നെ അറിയാമായിരുന്നു. എങ്ങോട്ടോടിക്കുന്നു അങ്ങോട്ടോടിക്കുന്നു,
വിചാരിച്ച് ഞാൻ വിചാരിച്ച ആ വണ്ടിയും കൊണ്ട് അവൻ കൊക്കേ പോയെന്ന്. ഇടയ്ക്ക് ഞങ്ങളുടെ ജീപ്പിനെ വട്ടം വെച്ചപ്പോൾ അച്ഛൻ ഇറങ്ങാനൊരുങ്ങിയതാ തല്ലാൻ. പക്ഷെ അവൻ വണ്ടിയെടുത്ത് പോയി. കല്യാണത്തിന് വരുന്നതായിരിക്കുമെന്നാണ് കരുതിയത്. ആണെങ്കിൽ തന്നെ ഇവിടെ വെച്ച് പിടിക്കാനായിരുന്നു. പക്ഷേ അവനെ ഇവിടെ കണ്ടില്ല. അപ്പോൾ അവൻ നമ്മുടെ ശത്രു? ബന്ധുവല്ല. അങ്ങനെയെങ്കിൽ പിന്നെ അവൻ സേതുമാധവനെ തേടി വന്നതായിരിക്കുമോ? ഞാൻ അവനെ ഇതിനു മുൻപെങ്ങും കണ്ടിട്ടില്ല. അമ്പാടി നഖം കടിച്ചുകൊണ്ട് അയാളെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഏയ്, സേതുമാധവൻ വൈകിട്ടോടുകൂടിയല്ലേടാ വന്നത്. നീ ഈ പറഞ്ഞവനെ കണ്ടത് രാവിലെയും. അപ്പോൾ അവൻ സേതുമാധവനെ തേടി വരാൻ സാധ്യതയുണ്ടോ? കിച്ചൻ ഇരുത്തി മൂളിക്കൊണ്ട് അമ്പാടിയെ നോക്കി. അവൻ ജയിൽ ചാടിയത് രാത്രിയിലല്ലേ കിച്ചേട്ടാ? അപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് വ്യക്തമായ ഉറപ്പുള്ള ഒരു ശത്രുവാണെങ്കിലോ? നമുക്ക് ഈ കാര്യം ജോർജ് കോച്ചി സാറിനോട് പറയാം. അമ്പാടി ആവേശത്തോടെ കിച്ചനെ നോക്കി. വേണ്ട, അവൻ ആരായാലും പോലീസിന് വിട്ടുകൊടുക്കാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് അവനെ ഇനിയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? കിച്ചൻ്റെ കണ്ണുകൾ തിളങ്ങി. ചോദിക്കാനുണ്ടോ? ഏതു പാതിരാത്രി കണ്ടാലും എനിക്കവനെ തിരിച്ചറിയാൻ കഴിയും. അതുപോലെ വൃത്തികെട്ട ഒരു രൂപം. അമ്പാടി മുഖം ചൊളിച്ചു. എന്നാലും നമുക്കൊരു തെളിവുമില്ലാതെ ഒരാളെ സംശയിക്കാൻ പറ്റുമോ അമ്പാടി? അന്ന് ഇവിടെ ഈ കല്യാണം മാത്രമായിരുന്നില്ല, വേറെ ഒരു വീട്ടിൽ ഒരു പാലുകാച്ചും ഉണ്ടായിരുന്നു. അവിടെ വന്നവരിൽ ആരെങ്കിലും ആണെങ്കിലോ? അതൊന്നും എനിക്കറിയില്ല കിച്ചേട്ടാ. പക്ഷെ ഒന്നുറപ്പാ, അവനാൾ ശരിയില്ല. കഞ്ചാവാണെന്ന് ഒറ്റ നോട്ടത്തിലറിയാം. അപ്പോൾ പിന്നെ ആ സേതുമാധവൻ പണി കൊടുത്ത ഏതേലും ഒരുത്തനാകാനുള്ള സാധ്യതയും തള്ളിക്കളയണ്ട. ഏയ്, അങ്ങനെ തള്ളിക്കളഞ്ഞൊന്നല്ലടാ ഞാൻ പറഞ്ഞത്. അമ്പാടി, നീ സംശയിക്കും പോലെ അവനാണ് ഇതിന് പിന്നിലെങ്കിൽ അവൻ വീണ്ടും വരും. സുധി ജീവിച്ചിരിക്കുന്നുവെന്നറിഞ്ഞാൽ. അയ്യോ കിച്ചേട്ടാ, ഹോസ്പിറ്റലിലെങ്ങാനും വരുമോ അവൻ? അവിടെ എൻ്റെ അച്ഛനാണ് കാവൽ, അതുകൊണ്ട് പറഞ്ഞതാ. എന്തായാലും ഹോസ്പിറ്റലിനകത്ത് കയറി അവനെന്നല്ല, അവൻ്റെ അച്ഛന് പോലും സുധിയെ തൊടാൻ പറ്റില്ല. ആ, നാളെ നീ വരുന്നുണ്ടെങ്കിൽ വാ, നമുക്ക് ചുമ്മാ ഹോസ്പിറ്റലിന് ചുറ്റും ഒന്ന് നിരീക്ഷിക്കാം. അവൻ്റെ മുഖസാമ്യമുള്ള ആരെങ്കിലും കണ്ടാൽ പൊക്കാം. ഞാനത് ഏറ്റു. അമ്പാടി ആവശ്യത്തോടെ പറയുമ്പോൾ കിച്ചൻ ചുണ്ട് കടിച്ചുകൊണ്ട് അവനെ നോക്കി. എടാ, നമുക്ക് ആ കുന്നിൻ്റെ മുകളിലൊന്ന് പോയാലോ? എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. അവിടെ മുഴുവൻ പോലീസ് അരിച്ചു പെറുക്കി കാണും കിച്ചേട്ടാ. അതുമാത്രമല്ല, മെയിൻ വഴി അവർ ക്ലോസ് ചെയ്തില്ലേ. പിന്നെ റിസ്ക് എടുത്താൽ അപ്പുറത്തെ പാറക്കൂട്ടം വഴി വലിഞ്ഞു കയറാം. തേനെടുക്കാൻ ആ പിള്ളേരുടെ കൂടെ ഞാൻ ഇടയ്ക്ക് കയറുന്നതാ. എന്നാ വാ, നീ തിരിച്ചു വരുന്ന വഴി നിന്നെ ഞാൻ വീട്ടിലും വിടാം. കിച്ചൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കുമ്പോൾ അമ്പാടി പിറകിൽ കയറി കഴിഞ്ഞു. കിച്ചേട്ടാ, സൂക്ഷിച്ച്, കൈ തെറ്റരുത്. അമ്പാടിയുടെ കണ്ണുകൾ ചുറ്റും പായുന്നതിനൊപ്പം കിച്ചനെ പുറകിൽ നിന്ന് ഉന്തിക്കൊടുത്തവൻ. വാ. അല്പം മുകളിൽ ചെന്ന് കിച്ചൻ കൈനീട്ടുമ്പോൾ അമ്പാടിയും അതിൽ പിടിച്ചു കയറി. കിച്ചേട്ടാ, പോലീസുകാർ മുഴുവൻ ഇവിടെ അരിച്ചു പെറുക്കിയതല്ലേ? കിച്ചനൊപ്പം കുഞ്ഞു കാടുകൾ കാലുകൊണ്ട് തട്ടി മാറ്റി അമ്പാടി. ആ നിമിഷം അവിടെ ചിതറിക്കിടക്കുന്ന ബീഡിക്കുറ്റിയിലേക്ക് പോയി കിച്ചൻ്റെ കണ്ണുകൾ, ഒപ്പം അമ്പാടിയുടെ കണ്ണുകളും. ഇതാ സേതുമാധവൻ വലിച്ചത് തന്നെയാണ് കിച്ചേട്ടാ. കിച്ചൻ ഒന്ന് മൂളുന്നതിനൊപ്പം കാലുകൊണ്ട് ആ ബീഡിക്കുറ്റികൾ തട്ടി മാറ്റി. എന്നിട്ട് 2 പാറകൾ താഴേക്ക് ചാടി. കിച്ചേട്ടാ വേണ്ട, തെന്നിയാ താഴെ പോകും. അമ്പാടി വേറെ ഒരു പാറക്കെട്ടി പിടിച്ച് ആശങ്കയോടെ പറയുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ ചുറ്റും ഒന്നുകൂടി പാഞ്ഞു. ശേഷം ഒരു ചെറിയ കുറ്റിക്കാടിന് ഭാഗത്തുകൂടി ഉടക്കി നിൽക്കുമ്പോൾ അമ്പാടിയുടെ കണ്ണുകളും അവിടേക്ക് നീണ്ടു. റെഡ് ബുള്ളിൻ്റെ ഒരു ബോട്ടിലും അതിന് കുറച്ചകലെയായി വില കൂടിയ സ്കോച്ച് ബോട്ടിലും. സേതുമാധവൻ റെഡ് ബുള്ളൊക്കെയാണോ കുടിക്കുന്നത്? അതായിരിക്കും എനർജിയുടെ രഹസ്യം. അമ്പാടി അവനൊപ്പം താഴേക്ക് ചാടുമ്പോൾ കിച്ചൻ ആ 2 ബോട്ടിലും കയ്യിലെടുത്തു. കണ്ണുകൾ 4 പാടും പാഞ്ഞു. ഇത് സേതുമാധവൻ കുടിച്ചൊന്നും അല്ലടാ. ഈ നാട്ടിൽ ഇത്രയും വില കൂടിയ മദ്യവും റെഡ് ബുള്ളും ഒന്നും ഉപയോഗിക്കുന്നവർ ആരുമില്ല. അതുമാത്രവുമല്ല,
ഇവിടുത്തെ ടൗണിൽ പോലും റെഡ് ബുള്ള് കിട്ടില്ല. കിച്ചൻ അതിലൂടെ കണ്ണോടിച്ചു. അപ്പം പിന്നെ ആരായിരിക്കും കിച്ചേട്ടാ? അയാളാണോ? അറിയില്ലമ്പാടി. എന്തായാലും അധികം ദിവസം ആയിട്ടില്ല ഇതിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. പൊടിയും മണ്ണും ഒന്നും പറ്റിയിട്ടില്ല. കിച്ചൻ അമ്പാടിയുടെ കയ്യിലിരിക്കുന്ന കവറിലേക്ക് അതെടുത്തിട്ടു. ഫിംഗർ പ്രിൻ്റ് നോക്കാനാണോ കിച്ചേട്ടാ? കവർ മടക്കുന്നതിനൊപ്പം അമ്പാടി ആകാംക്ഷയോടെ കിച്ചനെ നോക്കി. ഫിംഗർ പ്രിൻ്റ് നോക്കാനൊന്നും അല്ലടാ, എൻ്റെ ഫിംഗർ അവൻ്റെ മുഖത്ത് പ്രിൻ്റായി പതിയാനുള്ള സമയമായി. അല്ലെങ്കിൽ ഈ കുന്നു കയറി അവൻ വരില്ലായിരുന്നു മോനെ. കിച്ചൻ ചിരിയോടെ താഴേക്ക് ഇറങ്ങുമ്പോൾ അമ്പാടി ചുണ്ടു ചുളുക്കി ചുറ്റും നോക്കി. ശേഷം അവൻ്റെ പിന്നാലെ ഓടി. കിച്ചേട്ടാ. ലച്ചു മുറിയിലേക്ക് വന്നതും കിച്ചൻ ഹെഡ് റെസ്റ്റിൽ നിന്നും തല ഉയർത്തി ഒന്ന് നോക്കി. എന്താ കുറേ നേരമായി ഒരാലോചന? അമ്പാടിയെ കൊണ്ട് പുറത്തേക്ക് പോയി വന്ന ശേഷം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണേ. ലച്ചു തോളിൽ കിടന്നിറങ്ങുന്ന കുഞ്ഞിനെ കട്ടിലേക്ക് കിടത്തി. ഏയ്, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. കിച്ചൻ പതുക്കെ സായിക്കുട്ടൻ്റെ മുടിയിൽ ഒന്ന് തഴുകി തലോടിക്കൊണ്ട് ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ചേച്ചിയെ കാണാൻ വഴക്കുണ്ടായിരുന്നോ? ഏയ് ഇല്ല, പക്ഷെ കുറേ പരിഭവം പറഞ്ഞു ദേവമ്മയോട്. മാമൻ അവനോട് മിണ്ടില്ലെന്നും മാമന് പിണക്കമാണോ എന്ന് പേടിയെന്നും ഒക്കെ. പാവം, അവനറിയില്ലല്ലോ കിച്ചേട്ടാ സുധിയേട്ടൻ്റെ അവസ്ഥ. ലച്ചു അവൻ്റെ നെറുകയിൽ ചുണ്ടമർത്തുമ്പോൾ കിച്ചൻ അവളെ ഒന്ന് നോക്കി. കിച്ചേട്ടാ, ഇവനിനി എന്താ എന്നെ വിളിക്കേണ്ടത്? ഇനി ലച്ചു ചേച്ചി എന്ന് വിളിക്കുന്നത് ശരിയല്ലല്ലോ. ലച്ചു അപ്പച്ചി, ലച്ചു അമ്മായി, അയ്യേ അത് വേണ്ട. കട്ടിലിൽ ചമ്രം പടിഞ്ഞിരുന്ന് ലച്ചു ഓരോ പേരുകൾ തിരയുമ്പോൾ കിച്ചൻ പുരുകുയർത്തി. നിനക്കിതെന്താ പറ്റിയത് പെണ്ണേ? അതോ പറഞ്ഞു വരുമ്പോൾ സുധിയേട്ടൻ്റെ മകനായി നമ്മൾ ഇവനെ അംഗീകരിച്ചില്ലേ? അപ്പം എന്നെ എന്ത് വിളിക്കുമെന്ന് ആലോചിച്ചതാ. ലച്ചു അമ്മയെന്ന് വിളിപ്പിച്ചാലോ കിച്ചേട്ടാ? ലച്ചു കുറുമ്പോടെ പറയുമ്പോൾ കിച്ചൻ മെല്ലെ തലയാട്ടി. നീ ഇഷ്ടമുള്ളത് വിളിപ്പിച്ചോ, പക്ഷെ അമ്മായി ഇടങ്കോലിട്ടിരിക്കുവാന്ന് ഓർമ്മ വേണം. അമ്മാവൻ്റെ സ്ഥാനത്താണ് അമ്മായിയെ എൻ്റെ അമ്മ പോലും കാണുന്നത്. അമ്മായി എതിര് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആരും ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ലടി. കിച്ചൻ കട്ടിലിൽ നിന്നും മെല്ലെ എഴുന്നേൽക്കുമ്പോൾ ലച്ചു താടിക്ക് കൈ കൊടുത്തു. ഈ അമ്മയുടെ കാര്യം അല്ലേലും പണ്ടേ ഇങ്ങനെ എന്തൊരു സ്വഭാവമാണ്. സുധിയേട്ടന് കാര്യമായ അപകടമാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എന്തായാലും ഒന്നും മിണ്ടുന്നില്ല. വായ്മൂടി ഒരേ ഇരിപ്പാ. അത് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത എൻ്റെ ലച്ചു. അടുത്ത പണി എവിടെ തരാമെന്ന് ഗഹനമായി ആലോചിക്കുന്നതാ. നിന്റെ അമ്മയല്ലേ? കിച്ചൻ ചിരിയോടെ പറയുമ്പോൾ ചുണ്ടു പിളർത്തി പെണ്ണ് സായിക്കുട്ടനൊപ്പം കിടക്കുമ്പോൾ കിച്ചൻ ആ കവർ ഒന്നുകൂടി തുറന്നു നോക്കി. അതിലൂടെ പായുന്ന കണ്ണുകൾ ലച്ചുവിൽ വന്നു നിൽക്കുമ്പോൾ കിച്ചൻ്റെ ഉള്ളിൽ നേരിയ തോതിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയായിരുന്നു. നേഴ്സിൻ്റെ കൂടെ നിന്ന് സുധിയുടെ ദേഹം മെല്ലെ തുടയ്ക്കുമ്പോൾ അവർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് സരി. ചേച്ചി, വീട്ടിൽ ചെന്നാലും ചേട്ടനെ 3 പ്രാവശ്യമെങ്കിലും ചെരിച്ച് കിടത്തി ഈ നടുവിൽ പൗഡർ ഇടണം, അല്ലെങ്കിലേ പുറകു പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അവർ പറയുന്നതിനൊപ്പം മെല്ലെ തലയാട്ടി സരയൂ. അവർ പോയതും സുധിയുടെ മുഖം ചെറു ചൂടുവെള്ളം ചേർത്ത് തുടച്ചെടുക്കുകയാണ്. ഒപ്പം വറ്റാതെ തന്നെ ആ കണ്ണുനീർ താഴേക്ക് പെയ്തിറങ്ങി. നേർത്ത ചിരിയോടെ ആ മിഴിനീർ തുടയ്ക്കുമ്പോൾ ഡോക്ടർ ശ്യാമോഹൻ അവിടേക്ക് വന്നു. ആ സരയൂ, എല്ലാം പെട്ടെന്ന് പഠിച്ചല്ലോ. സുധിയിലും നല്ല പുരോഗതിയുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാമേ. പക്ഷെ താൻ എപ്പോഴും ഇങ്ങനെ കരഞ്ഞു കിടക്കുവാണെങ്കിൽ ഞാൻ ഡിസ്ചാർജ് എഴുതില്ല. ഡോക്ടർ പറയുന്നതിനനുസരിച്ച് സുധിയുടെ കണ്ണുകൾ മെല്ലെ ചലിച്ചു. അതിൽ നിറയുന്ന തിളക്കം സരയു കൗതുകത്തോടെ നോക്കി നിന്നു. നമ്മൾ പറയുന്നതൊക്കെ സുധിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതാണ് ആ കണ്ണുകളിലെ തിളക്കം. പിന്നെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ഒരു വിഷമം, അതാണ് ഈ കണ്ണുനീരിൻ്റെ അർത്ഥം അല്ലേടോ? ഡോക്ടർ പറയുന്ന തരത്തിൽ സുധിയുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുമ്പോൾ ആ കണ്ണുകൾ ഉത്തരം പോലെ ചലിച്ചു. സുധിയെ നോക്കുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? നേരത്തെ ചിരിയോടെ ഡോക്ടർ ചോദിക്കുമ്പോൾ സുധിക്ക് കാണാവുന്ന തരത്തിൽ സരയു ഇല്ലെന്ന് തല മെല്ലെ കുലുക്കി. കണ്ടോടോ മാഷേ, ഊണും ഉറക്കവും കളഞ്ഞേ തന്നെ നോക്കാൻ ഇതുപോലൊരു പെണ്ണിനെ കിട്ടിയില്ലേ? ഈ നിമിഷം ഞാൻ ചോദിച്ചാൽ തനിക്ക് വേണ്ടി ജീവൻ പോലും പറിച്ചു തരും ഈ കൊച്ച്.
പിന്നെ പുറത്തു നിൽക്കുന്ന തൻ്റെ അനുജൻ. പ്രോട്ടോകോൾ അനുസരിച്ച് ഇവിടുന്ന് ഓടിച്ചു വിട്ടാലും ഈ പരിസരത്ത് ചുറ്റിക്കറങ്ങിക്കാണും അയാളും തൻ്റെ സതീശേട്ടനും, പിന്നെ കൊച്ചു പയ്യനും. ഇതൊക്കെ പോരേടോ ഒരു മനുഷ്യായുസിൽ താൻ ചെയ്ത നന്മകൾക്ക് ദൈവം തരുന്ന പ്രതിഫലം. ഡോക്ടർ പറഞ്ഞുകൊണ്ട് തന്നെ സുധിയുടെ കണ്ണുനീർ തുടച്ചു. ആ നിമിഷം സുധിക്ക് വേണ്ടി അരച്ച കഞ്ഞിയുമായി അകത്തേക്ക് വന്ന സീനിയർ നേഴ്സും കണ്ണു തുടച്ചു. താൻ പെട്ടെന്ന് എഴുന്നേറ്റാൽ ഈ മൂക്കിലെ ട്യൂബൊക്കെ പതുക്കെ മാറ്റിയിട്ട് കഞ്ഞിയൊക്കെ സ്വയം കുടിച്ചു തുടങ്ങാം. പറഞ്ഞുകൊണ്ട് അത് വാങ്ങി സരീവിൻ്റെ കയ്യിൽ കൊടുത്തു ഡോക്ടർ. 1-2 സ്പൂൺ കൊടുത്താൽ മതി. ശരീരം ഫുഡുമായി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ അളവ് കൂട്ടാം, ഓക്കെ? നേരത്തെ ചിരിയോടെ ഡോക്ടർ പുറത്തേക്ക് പോകുമ്പോൾ ആ നേഴ്സ് സരീവിനടുത്തേക്ക് നീങ്ങി നിന്നു. മോളെ, സോറി, കഴിഞ്ഞ ദിവസം അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. എൻ്റെ തെറ്റാ. ആരൊക്കെയോ പറയുന്നത് പകുതി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ. അതുകൊണ്ടാണ്. സത്യത്തിൽ ഞാനും കരുതിയത് നിനക്ക് സംസാരിക്കാൻ മാത്രമല്ല ബുദ്ധിമുട്ടെന്നാ. തെറ്റെൻ്റേത് തന്നെയാണ്. പക്ഷെ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. സ്നേഹം കൊണ്ട് ഈ പയ്യനെ തിരികെ കൊണ്ടുവന്നു. നീ മാത്രമല്ല, പുറത്തു നിൽക്കുന്ന ആ കൊച്ചനും. ഡോക്ടർ പറഞ്ഞത് സത്യമാണ്. എങ്ങനെയുള്ള കൂടപ്പിറപ്പിനെ കിട്ടാനും ഒരു ഭാഗ്യം വേണം. ആ നേഴ്സ് പറയുമ്പോൾ ട്യൂബിലൂടെ സുധിക്ക് ഡോക്ടർ പറഞ്ഞ അളവിൽ കഞ്ഞി കൊടുത്തുകൊണ്ട് ചിരിയോടെ ബാക്കി കഞ്ഞി അവർക്ക് നേരെ നീട്ടി സരയൂ. നിനക്കെന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ മോളെ? ആ ചെറിയ പാത്രം വാങ്ങുമ്പോഴും അവരുടെ കണ്ണുകൾ സരീവിനെ ആകാംക്ഷയോടെ നോക്കി. നേർത്ത ശബ്ദത്തോടെ ചിരിയോടെ അവൾ തലകുലുക്കി. എന്താവശ്യത്തിന് വിളിച്ചാലും ഞങ്ങളെല്ലാവരും ഉണ്ടിവിടെ. എന്ത് സംശയം വേണമെങ്കിലും ചോദിച്ചോ. അറിയാതെ പറഞ്ഞുപോയ കുറ്റബോധത്തോടെ അവളുടെ കയ്യിൽ മെല്ലിയൊന്ന് അമർത്തി ആ സിസ്റ്റർ പുറത്തേക്ക് പോകുമ്പോൾ സാരിത്തലപ്പ് കൊണ്ട് സുധിയുടെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളെ ഒപ്പിയെടുത്തു മാറ്റി സരയൂ. ഡോക്ടർ ശ്യാമോഹൻ്റെ മുൻപിൽ അയാളുടെ വാക്കുകൾ കേൾക്കാൻ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരിക്കുമ്പോൾ കിച്ചൻ സതീഷിൻ്റെ കയ്യിൽ അറിയാതെ തന്നെ മുറുക്കി പിടിച്ചു. താനിങ്ങനെ ടെൻഷൻ അധിക്കാതെ. നേരത്തെ ചിരിയോടെ ഡോക്ടർ മുൻപിലിരിക്കുന്ന സുധിയുടെ മെഡിക്കൽ ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് കിച്ചനെയും സതീഷിനെയും മാറി മാറി നോക്കി. സുധിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേതിൽ നിന്നും വ്യത്യാസമായി വിരലുകളിലെ ചലനം അത് നല്ലൊരു സൂചനയാണ്. പെട്ടെന്നുള്ള ശബ്ദവ്യത്യാസങ്ങളിൽ വിരലുകൾ കാണുന്ന മൂവ്മെൻറ്റ് സുധിയുടെ ബ്രെയിൻ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ പെട്ടെന്ന് തന്നെ സുധി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു തീരുമ്പോൾ കിച്ചൻ നേർത്ത വിശ്വാസത്തോടെ കണ്ണു തുടച്ചു. ഡോക്ടറെ, അപ്പം 6 മാസമൊന്നും വേണ്ടായിരിക്കും? സുധിക്ക് പഴയ പോലെ എഴുന്നേറ്റ് നടക്കാനല്ലേ? കിച്ചൻ ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ ഫയൽ ടേബിളിനുള്ളിലേക്ക് വെച്ചുകൊണ്ട് ചിരിയോടെ അവനെ നോക്കി ഡോക്ടർ. അത് പറയാൻ കഴിയില്ലടോ. ചിലപ്പോൾ നാളെ തന്നെ സുധി സംസാരിച്ചെന്നിരിക്കാം. ചിലപ്പോൾ ദേഹം മുഴുവൻ അനക്കിയെന്നിരിക്കാം. ഡോക്ടർ പറയുമ്പോൾ കിച്ചനും സതീഷും അതിശയത്തോടെ അയാളെ നോക്കി. തമാശ പറഞ്ഞതല്ലടോ. കഴിഞ്ഞ ദിവസം തന്നെ സുധിയുടെ വിരലുകൾ അനങ്ങിയത്. അത് ഞാൻ പറഞ്ഞിരുന്നില്ലേ നിങ്ങളോട്? അകത്തെ മാറ്റിൽ ചവിട്ടി സരയു വീഴാൻ പോയപ്പോൾ, അതായത് സ്വന്തമെന്ന് തോന്നിയവൾക്ക് ഒരു ചെറിയ അപകടം വന്നപ്പോൾ സുധി പ്രതികരിച്ചു തുടങ്ങി. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് മുൻപിൽ വന്നാൽ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും സുധി പ്രതികരിക്കുന്നത് എന്ന് കരുതി പ്രകോപനം ഉണ്ടാകാനുള്ളതൊന്നും ചെയ്തു വയ്ക്കണ്ട. പെട്ടെന്നുള്ള പ്രതികരണവും മറ്റൊരു ഷോക്കിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് എല്ലാം മിതമായ തോതിൽ മതി. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. ഫിസിയോതെറാപ്പിയിലൂടെ ഒരു പരിധിവരെ പേശികൾക്ക് ആയാസം സംഭവിക്കും. ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സരയുവിനറിയാം. നിങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ടോടു കൂടി ആ കുട്ടിയുടെ കൂടെ നിന്നാൽ മാത്രം മതി. പിന്നെ മറ്റൊരു സന്തോഷവാർത്ത പറയാൻ കൂടിയാണ് രണ്ടുപേരെയും ഞാൻ വിളിപ്പിച്ചത്. സുധിയെ നാളെ ഡിസ്ചാർജ് ചെയ്യാനാണ് മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനം. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു പേപ്പർ കൂടി വന്നാൽ നാളെ ഡിസ്ചാർജ് പ്രതീക്ഷിക്കാം. ശ്യാമോഹൻ പറയുമ്പോൾ കിച്ചനും സതീഷും സംശയത്തോടെ നോക്കി. പോലീസുകാരല്ലേടോ, അവർക്ക് 100 നൂലാമാലകളാണ്. രാവിലെയും വൈകിട്ടും
വീട്ടുകാരേക്കാൾ ശുഷ്കാന്തിയോടെയാണ് കമ്മീഷണർ വിളിക്കുന്നത്. സുധിയുടെ വായിന്ന് വീഴുന്ന ഒരു വാക്കിനു വേണ്ടി. എന്തിനാ ഡോക്ടറെ? ആളാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ? സെൻട്രൽ ജയിലിൽ നിന്നും 3 നേരവും മൃഷ്ടാന്ന ഭോജനം നൽകി അവനെ കൊഴുപ്പിക്കാനല്ലേ? അതിനുള്ള ഇട എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കില്ല. അവൻ ആരാണെന്ന് സുധിയുടെ വായിൽ നിന്നും പോലീസ് അറിയില്ല. സതീഷ് പല്ല് കടിച്ചു കിച്ചനെ ഒന്ന് നോക്കി. അതെ ഡോക്ടർ, എന്തായാലും അവനെ അങ്ങനെ പോലീസിന് വിട്ടുകൊടുക്കില്ല ഞങ്ങൾ. അവൻ ആരാണെങ്കിലും അവൻ്റെ പിന്നാലെ തന്നെയുണ്ട് ഞങ്ങൾ. കിച്ചൻ പറഞ്ഞതും ശ്യാമോഹൻ ടേബിളിലിരിക്കുന്ന അവൻ്റെ കയ്യിൽ മെല്ലെ പിടിച്ചു. എന്ത് സഹായത്തിനും ഞാനും കൂടെ കാണും. ആവശ്യം വരുമ്പോൾ പറഞ്ഞാൽ മതി. ആ നിമിഷം ഡോക്ടറിൻ്റെ കണ്ണുകളായിരുന്നു അവരോട് സംസാരിച്ചത്. നമ്മൾ പോവാ ഇന്ന് മേലേപ്പാട്ടെ വീട്ടിലേക്ക്. എല്ലാവരും കാണണ്ടേ? കിച്ചൻ ചോദിക്കുന്ന അനുസരിച്ച് വിരലുകൾ ചലിപ്പിച്ചു സുധി. കണ്ണുകൾ വെട്ടിച്ചു. ബാഗ് അമ്പാടിയുടെ കയ്യിൽ കൊടുത്തോ ചേച്ചി? ആ നിമിഷം റൂമിനകത്തേക്ക് കയറി വരുന്ന സരീവിൽ ചെന്ന് നിന്നു കിച്ചൻ്റെ കണ്ണുകൾ. നേർത്ത മൂളലോടെ അവൾ തലകുലുക്കുമ്പോഴും ആ കണ്ണുകളിൽ നിറയുന്ന ആശങ്ക അത് കിച്ചന് മനസ്സിലായി. ചേച്ചി, എന്ത് നേരിടാൻ മനസ്സുകൊണ്ട് തയ്യാറായി വേണം മേലേപ്പാട്ടേക്ക് വരാൻ. ചിലപ്പോൾ നാട്ടുകാരുടെ ചോദ്യങ്ങളൊക്കെ ഒരുപാട് നേരിടേണ്ടി വരും. പലതും പറയും അവർ. ഇപ്പം തന്നെ നാട്ടിൽ ഒളിഞ്ഞും തെളിഞ്ഞും പുതിയ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സായിക്കുട്ടൻ നിങ്ങളുടെ മകനാണെന്നും സുധി ഇത്രയും നാൾ നിങ്ങളെ ആരെയും അറിയിക്കാതെ ഒളിച്ച് താമസിപ്പിച്ചതാണെന്നുമൊക്കെ. ആളുകൾക്ക് എന്താ പറയാൻ കഴിയാത്തത്? കിച്ചൻ നേരത്തെ ചിരിയോടെ പറയുമ്പോൾ സുധിയുടെ ചുണ്ടുകൾ മെല്ലെ ഇളകി. അതിൽ തെളിഞ്ഞു വരുന്ന പുഞ്ചിരിയിൽ കാര്യം മനസ്സിലാക്കിയ കിച്ചൻ അവൻ്റെ ചലിക്കുന്ന വിരലിൽ പിടിച്ചു. ഞങ്ങളും തിരുത്താൻ പോയില്ലടാ. ഇന്നലെ സതീശേട്ടൻ അമ്പല കമ്മിറ്റിക്ക് ചെന്നപ്പോഴാണ് ഈ വാർത്ത അറിഞ്ഞത്. അങ്ങനെ എല്ലാവരോടും വളഞ്ഞിട്ട് ആക്രമിച്ചോ നീ? അങ്ങനെ ആണെങ്കിൽ തന്നെ നിനക്കൊന്നും നഷ്ടമില്ലല്ലോ എന്ന് പറഞ്ഞ് അവരോട് അടിവെച്ച് പുറത്തു വന്നിരിപ്പുണ്ട്. അടുത്ത കമ്മിറ്റിക്ക് അങ്ങേരെ എടുത്ത് പുറത്തിടും. പിന്നെ എവിടെ പോയി കൈയിട്ട് വരും അങ്ങേര്? കിച്ചൻ ഓരോന്നും തമാശമുട്ടി പറയുമ്പോൾ സരിയു അവനെ ദയനീയമായി നോക്കി. അതിന് ചേച്ചി എന്തിനാ വിഷമിക്കുന്നത്? പിന്നെ ആകെ പേടിക്കേണ്ടത് അമ്മായിയാ. അതെങ്ങനെ പ്രതികരിക്കുമെന്നും ആർക്കും അറിയില്ല. പിന്നെ എന്ത് കേട്ടാലും കരയാൻ മാത്രം നിൽക്കല്ല്. അതിങ്ങേർക്ക് വിഷമമാകും അല്ലേ? കിച്ചൻ പറയുന്നതനുസരിച്ച് സുധി മെല്ലെ വിരലനക്കി. കണ്ടോ, ഇവിടുന്ന് സമ്മതം കിട്ടിയിട്ടുണ്ട്. ചേച്ചി എന്തായാലും മനസ്സുകൊണ്ട് അമ്മായിയെ നേരിടാൻ തയ്യാറെടുത്തോളൂ. ഒരംഗത്തിലുള്ള ബാല്യം ചേച്ചിക്കും ഉണ്ടാവട്ടെ. കിച്ചൻ ചിരിയോടെ പറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ സറിയോ ശ്വാസം അടക്കി പിടിച്ച് സുധിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. സതീഷ് മാമ, ഞാൻ കൂടെ കയറണോ? ICU ആംബുലൻസിലേക്ക് നോക്കിക്കൊണ്ട് സുധി ചോദിക്കുമ്പോൾ സതീഷ് മെല്ലെ തലയിളക്കി. വേണ്ടടാ, ഞാനും സരിയും ഉണ്ടല്ലോ. നീ കിച്ചൻ്റെ കൂടെ കാറി വന്നാൽ മതി. പിന്നെ സൂക്ഷിക്കണേ, ഇന്നലെ മുതൽ ടെൻഷൻ കൊണ്ട് അവൻ ഉറങ്ങിയിട്ടില്ല. നീ എന്തെങ്കിലും സംസാരിച്ചിരുന്നാൽ മതി. സതീശൻ നിർദ്ദേശം കൊടുക്കുന്നതനുസരിച്ച് തല മെല്ലെ കുലുക്കി അമ്പാടി. കിച്ചേട്ടാ, ലച്ചിച്ചിയുടെ അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? മാമനും ആ പേടിയുണ്ട്. അമ്പാടി മുൻപിൽ പോകുന്ന ആംബുലൻസിലേക്ക് കണ്ണ് നീട്ടുമ്പോൾ കിച്ചൻ കണ്ണൊന്ന് അടച്ചു തുറന്നു. അറിയില്ല മോനെ, പക്ഷേ ചേച്ചിയെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊന്നും പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം അയൽക്കാരാരോ ഇതേക്കുറിച്ച് പറഞ്ഞതിന് അമ്മായിയുടെ മറുപടി കുറച്ച് കടുപ്പം കൂടിയിരുന്നു. എന്താ കിച്ചേട്ടാ? അമ്മായി എന്താ പറഞ്ഞത്? കിച്ചൻ പറഞ്ഞതും അമ്പാടി ആകാംക്ഷയോടെ അവനെ നോക്കി. കാശ് മുടക്കി വീടുകളിൽ ഹോം നേഴ്സിനെ വെക്കുന്നത് കെട്ടിപ്പൊറപ്പിക്കാനല്ല, അവരുടെ ജോലി കഴിയുമ്പോൾ അവർക്ക് ശമ്പളം കൊടുത്ത് വിടുമെന്ന്. അയ്യോ, അപ്പോൾ സരയ ചേച്ചിയെ ഒരു ഹോം നേഴ്സിനെ പോലെയാണോ ആ അമ്മ കാണുന്നത്? അമ്പാടിയുടെ ശബ്ദം ഒന്നിടറി. ആർക്കറിയാം? ചിലപ്പോൾ തോന്നും പാവമാണെന്ന്. ചിലപ്പോൾ അവരുടെ വായിലിരിക്കുന്ന കേൾക്കുമ്പോൾ എടുത്ത് കിണറ്റിലിടാൻ തോന്നും. എന്തായാലും ഞാൻ ഒരു സൂചനയൊക്കെ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. പാവം സുധിക്ക് വേണ്ടി എന്ത് വേദനയും സഹിക്കാൻ അത് തയ്യാറാവും. കിച്ചൻ ആംബുലൻസിനൊപ്പം തന്നെ മേലേപ്പാട്ടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തൻ്റെ കാർ തിരിച്ചു. ആംബുലൻസിന് ഇറങ്ങിപ്പോകാൻ സൗകര്യത്തിന് കാർ ഗേറ്റിന് പുറത്തേക്ക് ഒതുക്കിയിട്ടുകൊണ്ട് കിച്ചനും അമ്പാടിയും ഓടി വരുമ്പോൾ
രണ്ട് നേഴ്സിംഗ് സ്റ്റാഫിൻ്റെ സഹായത്തോടെ സതീഷ് സുധിയെ സ്ട്രക്ചറിൽ പുറത്തേക്ക് ഇറക്കി. ലച്ചു മുറിയെല്ലാം ഓക്കെ അല്ലേ? മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് കിച്ചൻ ചോദിക്കുമ്പോൾ ലച്ചുവും ചിത്രയും സൈന്യത്തെയും മുൻപോട്ട് വന്നു. സുധിക്കുഞ്ഞിനുള്ള മുറിയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കുഞ്ഞെ. പിന്നെ ആ മെത്തയില്ലേ, തുള്ളുന്ന മെത്ത, അത് ഞാനും ലച്ചുവും ചിത്രയും കൂടി വലിച്ചു പൊക്കി കട്ടിലിലിട്ടിട്ടുണ്ട്. അത് വാട്ടർ ബെഡാണിത്താ. അമ്പാടി ചിരിയോടെ തിരുത്തി കൊടുക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഒന്നടിച്ചവർ. അതൊക്കെ ഞമ്മക്കറിയാം. പതുക്കെ ആ നിമിഷം സതീഷും കിച്ചനും സ്ട്രെച്ചറിൽ പതുക്കെ പിടിക്കുമ്പോൾ സുധിയുടെ ദേഹത്തെ യൂറിൻ ട്യൂബ് അനങ്ങാതെ അത് മുറുക്കെ പിടിക്കുകയാണ് സരയു. അമ്മായി എവിടെ ലച്ചു? ആ നിമിഷം സിറ്റൗട്ടിലേക്ക് പോയ കിച്ചൻ്റെ കണ്ണുകൾ ദേവമ്മയ്ക്കും ഭാനുവമ്മയ്ക്കും ഒപ്പം സരോജമ്മയെ തിരഞ്ഞു. അകത്തുണ്ട് കിച്ചേട്ടാ. എന്താ ഉദ്ദേശമെന്നൊന്നും അറിയില്ല. ലച്ചു പറയുമ്പോൾ സരയുവിൻ്റെ കണ്ണുകൾ ഭയത്തോടെ കിച്ചണിലും സതീഷിലും വന്നു നിന്നു. പെങ്ങൾ പേടിക്കണ്ട, ചിലപ്പോൾ 2 ദിവസം മുഖം വീർപ്പിക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ തന്നെ വന്ന് മിണ്ടിക്കോളും. നമ്മുടെ സരോജേച്ചിയല്ലേ. സതീഷ് അവൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് സ്ട്രക്ചർ മുൻപോട്ടെടുത്തതും മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു സരോജമ്മ. ദേ വരുന്നു മാരണം. അമ്പാടി നഖം കടിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ഈശ്വര, നാട്ടുകാർ മുഴുവനുണ്ടല്ലോ കാഴ്ച കാണാൻ. അമ്പാടി പതുക്കെ സൈന്യത്തോട് പറയുമ്പോൾ അവരുടെ കൈകൾ ചിത്രയുടെ വിരലിന്മേ കോർത്തു. അകത്ത് കയറി പോകരുതാരും. ആ നിമിഷം ആ അമ്മയുടെ ശബ്ദം ഉയർന്നു പൊങ്ങി. ആ നിമിഷം ഭാനുവമ്മയും ദേവമ്മയും ഒരുപോലെ ഞെട്ടിത്തിരിയുമ്പോൾ സതീഷും കിച്ചനും സ്ട്രക്ചറിൻ്റെ അറ്റത്ത് മുറുക്കെ പിടിച്ചു. അവരുടെ വാക്കുകൾ കാതിലേക്ക് തുളച്ചു കയറുമ്പോൾ സുധിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. തുടരും.